പിന്നെയും സൃഷ്ടിയെക്കുറിച്ച് ആലോചിച്ചിരുന്ന ബ്രഹ്മദേവന് സർവേശ്വരന്റെ ശക്തിയാൽ ലോകത്തിൻ്റെ തുടർച്ചയായുള്ള വളർച്ചയ്ക്ക് കാരണഭൂതരായ 10 പുത്രന്മാർ ജനിച്ചു. അവർ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ എന്നിവരാണ്. ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനും, പെരുവിരലിൽ നിന്ന് ദക്ഷനും, പ്രാണനിൽ നിന്ന് വസിഷ്ഠനും, ത്വക്കിൽ നിന്ന് ഭൃഗുവും, കയ്യിൽ നിന്ന് ക്രതുവും, നാഭിയിൽ നിന്ന് പുലഹനും, കർണങ്ങളിൽ നിന്ന് പുലസ്ത്യനും, മുഖത്തിൽ നിന്ന് അങ്കിരസും, കണ്ണുകളിൽ നിന്ന് അത്രിയും, മനസ്സിൽ നിന്ന് മരീചിയും ജനിച്ചു. വലത്തെ സ്തനത്തിൽ നിന്ന് ധർമ്മമുണ്ടായി, അവിടെ നാരായണൻ സ്ഥിതി ചെയ്യുന്നു. പൃഷ്ഠത്തിൽ നിന്ന് അധർമ്മമുണ്ടായി, അവിടെ ലോകത്തിന് ഭീതിയെ ഉളവാക്കുന്ന മരണം പ്രവർത്തിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് കാമവും, പുരികത്തിൽ നിന്ന് കോപവും, കീഴ്ചുണ്ടിൽ നിന്ന് ലോഭവും, മുഖത്തിൽ നിന്ന് വാഗ്ദേവിയും, ലിംഗത്തിൽ നിന്ന് സമുദ്രങ്ങളും, ഗുദത്തിൽ നിന്ന് പാപത്തിന് ആധാരമായ നിര്യതിയും ഉണ്ടായി. പിന്നീട് പ്രഭവശാലിയും ദേവഹൂതിയുടെ ഭർത്താവാകേണ്ടവനുമായ കർദമൻ ശരീരത്തിൻ്റെ നിഴലിൽ നിന്ന് ജനിച്ചു. ഇങ്ങനെ ഈ ലോകം സൃഷ്ടാവിൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നുമായി പിറന്നു. അല്ലയോ വിതുരരെ, ബ്രഹ്മാവ് കാമമോഹിതനായി കാമമില്ലാത്തവളും മനസ്സിനെ ആകർഷിക്കുന്നവളും സുന്ദരിയും തന്നിൽ നിന്ന് പിറന്നവളുമായ വാഗ്ദേവതയായ സരസ്വതിയെ കാമിച്ചുവെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അധർമ്മചിന്തയിൽ ഭ്രമിച്ച ആ പിതാവിനെ കണ്ടിട്ട് മരീചി മുതലായ മനനശീലരായ പുത്രന്മാർ വിശ്വാസം കൊണ്ട് ഭവ്യതയോടെ പിതാവിനോട് ഉണർത്തിച്ചു. അല്ലയോ പ്രഭുവേ, അവിടുന്ന് കാമവികാരത്തെ നിയന്ത്രിക്കാതെ പുത്രിയെ സംഗമിക്കാൻ തുനിയുകയോ? ഇത് അങ്ങയേക്കാളും മുമ്പുള്ളവരാൽ ചെയ്യപ്പെട്ടതല്ല, ഇനി വരുന്നവർ ആരും ചെയ്യുകയുമില്ല. ഹേ ലോകത്തിന് ഗുരുവായവനെ, ലോകം ആകെയും ആരുടെ ആചരണത്തെ അനുഷ്ഠിച്ചുകൊണ്ട് നന്മയിലേക്ക് ഉതകണമോ അത്തരം മഹത്തുക്കൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രത്യേകിച്ചും ശ്ലാഘനീയമല്ല. ആയതിനാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജ്ഞാനപ്രഭയിൽ തന്നിലിരിക്കുന്ന ഈ വിശ്വത്തെ യാതൊരുവൻ വ്യക്തമാക്കി ഭവിപ്പിച്ചിരിക്കുന്നുവോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആ ഭഗവാൻ ധർമ്മത്തെ രക്ഷിപ്പാൻ അർഹിക്കുന്നു. തന്നിൽ നിന്നും ഉളവായ പ്രജാപതിമാരുടെ പ്രാർത്ഥന കേട്ട് ലജ്ജിതനായ ആ ബ്രഹ്മാവ് അന്നേരം ശരീരത്തെ ത്യജിച്ചു. ഭീമമായ അതിനെ ദിക്കുകൾ ഏറ്റെടുത്തു. അതിനെ പിന്നീട് മൂടൽമഞ്ഞെന്ന ഇരുട്ടായി അറിയുന്നു. അങ്ങനെ ശരീരം ഉപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ലയിച്ച ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടി തുടർന്നു. ഒന്നിച്ചു ചേർന്ന ലോകങ്ങളെ പണ്ടെന്ന പോലെ എങ്ങനെ ഞാൻ ഇനിയും സൃഷ്ടിക്കേണ്ടത് എന്നാലോചിച്ചിരുന്ന 4 മുഖങ്ങളിൽ നിന്ന് ഒരിക്കൽ വേദങ്ങളുണ്ടായി. ഹോത, ഉദ്ഗാത, അദ്ദുര്യ, ബ്രഹ്മൻ എന്നീ 4 ഹോതാക്കളും അവരുടെ കർമ്മങ്ങളും അവയുടെ നിരൂപണങ്ങളും ഉപവേദങ്ങൾ, ന്യായശാസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളായ സത്യം, തപസ്, ദയ, ദാനം എന്നിവയും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയ ആശ്രമങ്ങളും അവയുടെ വൃത്തികളും ഉണ്ടായി. വിതുരർ ചോദിച്ചു, അല്ലയോ തപോധന, ബ്രഹ്മാവ് വേദങ്ങളെ തൻ്റെ മുഖത്തിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയെങ്കിൽ ഏതൊക്കെ മുഖങ്ങളിൽ നിന്ന് ഏതൊക്കെ വേദങ്ങൾ ഉളവായി എന്ന് വ്യക്തമാക്കി തന്നാലും. പൂർവമുഖത്തു നിന്ന് വൃക്ക്, ദക്ഷിണമുഖത്തു നിന്ന് യജുസ്, പശ്ചിമമുഖത്തു നിന്ന് സാമം, ഉത്തരമുഖത്തു നിന്ന് അഥർവം എന്നീ പേരുകളുള്ള വേദങ്ങളും ശാസ്ത്രം എന്ന ഹോതൃ കർമ്മത്തെയും ഇജ്യ എന്ന ഉദ്ഘാത കർമ്മത്തെയും സ്തുതി സ്തോമം എന്ന അദ്വര കർമ്മത്തെയും പ്രായശ്ചിത്തം എന്ന ബ്രഹ്മകർമ്മത്തെയും യഥാക്രമത്തിൽ ഉണ്ടാക്കി. തൻ്റെ പൂർവാദികളായ മുഖങ്ങൾ കൊണ്ട് വൈദ്യശാസ്ത്രമായി ആയുർവേദം, യുദ്ധശാസ്ത്രമായി ധനുർവേദം, സംഗീതശാസ്ത്രമായി ഗാന്ധർവവേദം, ശില്പശാസ്ത്രമായി സ്ഥാപത്യവേദം എന്നിവ യഥാക്രമം ഉണ്ടാക്കി. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവ 5ാമത്തെ വേദമായി തൻ്റെ എല്ലാ മുഖങ്ങളിൽ നിന്നുമായി ആ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. തൻ്റെ പൂർവാദികളായ മുഖങ്ങളാൽ യഥാക്രമം ഷോഡശി, ഉക്ത എന്നീ യജ്ഞവിധാനങ്ങളെയും ചയനം, അഗ്നിഷ്ടഹോമം എന്നിവയെയും ആപ്തോരാമ്യം, അതിരാത്രം എന്നിവയെയും ഗോസവത്തോടു കൂടിയ വാജപേയത്തെയും സൃഷ്ടിച്ചു. ആത്മവിദ്യയാകുന്ന വിദ്യയെയും ഭൂതാനുകമ്പയാകുന്ന ദാനത്തെയും
തപസ്, സത്യസന്ധത എന്നിങ്ങനെയുള്ള ധർമ്മത്തിന്റെ പാദങ്ങളെയും വൃത്തികളോടുകൂടി ആശ്രമധർമ്മങ്ങളെയും മുഖങ്ങളുടെ സംഖ്യയനുസരിച്ച് സൃഷ്ടിച്ചു. ആത്മവിദ്യ തന്നെയാണ് ശൗചമായി, ദാനം എന്നത് തന്നെയാണ് ദയയായും മറ്റിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്.